ക്ലാസ് റൂമിൽ അതിക്രമം നേരിടേണ്ടി വന്നൊരു ടീച്ചർ. ക്ലാസ്സിലെ കുട്ടികളുടെ മുൻപിൽ ദയനീയമായി നിൽക്കേണ്ടി വന്ന അവസ്ഥ, കുട്ടികളുടെ മാനസിക നില, പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൺമുൻപിൽ ക്രൂരമായി ശിക്ഷിക്കപ്പെട്ടപ്പോൾ, ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ വിഷയം. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തയുണ്ടായിരുന്നു. ഒരു ടീച്ചറെ ക്ലാസ് റൂമിൽ അവരുടെ ഭർത്താവ് ആക്രമിച്ചു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ടീച്ചർ എന്തുമാത്രം മാനസിക സംഘർഷത്തിലായിരുന്നിട്ടുണ്ട്. വീട്ടിൽ കലഹം, സമാധാനമില്ല. ഒരു സ്ത്രീ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, എന്നും സംഘർഷവും അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളുമായിട്ടുള്ള കുടുംബജീവിതം. ഉള്ളിൽ ഇതുപോലെ നീറുന്ന പുകയും ആധിയും വിഷമങ്ങളും മാനസിക സംഘടനകളുമായി പിഞ്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനെത്തുന്ന അധ്യാപിക പോയി മുഖമണിഞ്ഞ് ചിരിച്ച മുഖവും തുറന്ന പുസ്തകവും ആയി അവർക്കൊപ്പം കൂടുന്നു. നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ ഈ മനോവിഷമങ്ങളെല്ലാം മറച്ചുപിടിച്ച് അവർ വ്യാപൃതയാകുന്നു. ഒരേ സമയം രണ്ട് വ്യത്യസ്തമായ മുഖങ്ങൾ. ഒരിടത്ത് സംഘർഷഭരിതമായ കുടുംബജീവിതം, മറുവശത്ത് നിഷ്കളങ്കമായ സൗഹൃദവും സ്നേഹവും പുഞ്ചിരിയും വാത്സല്യവും ആവശ്യമായി വരുന്ന സാഹചര്യം. അപ്പൊ എന്തുകൊണ്ട് അവിടെ ആക്രമണം നടന്നു? അവർ തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട്, പലതവണ റിയാക്ഷനൊക്കെ വന്നതാണ്, മാറി താമസമാണ്, ഗത്യന്തരമില്ലാതെ ഹോസ്റ്റലിൽ താമസിക്കുന്നു, ജോലിക്ക് പോകുന്നു. ഇനി അവർക്ക് ആ ജോലി ഉള്ളത് കൊണ്ടല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റിയത്? അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ അവരെ സപ്പോർട്ടിന് അവരെ ഭർത്താവില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ അവിടെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തപ്പോൾ, സംരക്ഷണം ഇല്ലാതായപ്പോൾ ആ ജോലി അവർക്കൊരു കൈത്താങ്ങായി. അതുകൊണ്ട് ജീവിക്കാൻ ഏത് സാഹചര്യവും സമ്മർദ്ദത്തിലും ആ വരുമാനമുള്ളത് കൊണ്ട്, ഒരു നിത്യ വരുമാന മാർഗമുള്ളത് കൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അതുകൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ജോലി അവർക്കൊരു കൈത്താങ്ങായി. പക്ഷെ ജോലിക്ക് പോകാൻ, സമാധാനമായിട്ട് ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. പേടിച്ചും ഭയന്നും ആണ് ജോലിക്ക് വരുന്നത്. പല പ്രാവശ്യം വീട്ടുകാരൊക്കെ ഇടപെട്ട് ബന്ധങ്ങൾ ചർച്ച ചെയ്ത് സമാധാനമായിട്ട് പോകാൻ ഉള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതാണെങ്കിലും വീണ്ടും സംശയരോഗത്തിൻ്റെ പുറത്ത് അവരെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പം അസ്വാരസ്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ മുളയിലേ നുള്ളിക്കളയണം. അസ്വാരസ്യങ്ങളോടുകൂടി, അസ്വസ്ഥതയോടുകൂടി, സംഘർഷങ്ങളോടുകൂടി ഒരു ജീവിതം മുമ്പോട്ട് പോകാൻ ഒരിക്കലും അനുവദിക്കരുതെന്ന എൻ്റെ അഭിപ്രായം. കാരണം പല ഇൻസിഡൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. പെൺകുട്ടികളുടെ മരണം, കൊലപാതകം, ആത്മഹത്യ, ഇതിലെല്ലാം തന്നെ സംഘർഷഭരിതമായ ജീവിതം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ജീവിതം, മുൻപോട്ട് പോകാൻ പറ്റാത്ത മാനസികാവസ്ഥ, ഇത് അവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് സംഘർഷമാണെന്ന് കണ്ടാൽ, അല്ലെങ്കിൽ നേരെ പോകില്ല എന്ന് കണ്ടാൽ, ആ ബന്ധം ഉപേക്ഷിക്കാൻ നമുക്ക് തയ്യാറാകണം. അത് ഉപേക്ഷിക്കുക മാത്രമല്ല, എന്നേക്കുമായിട്ട് അതിൽ നിന്ന് വിമുക്തി നേടാനുള്ളൊരു പരിശ്രമം നടത്തണം. അപ്പോൾ പലപ്പോഴും നമ്മുടെ സംസ്കാരം അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യവും സാമൂഹിക ചുറ്റുപാടുകളും അനുസരിച്ച് വീട്ടിൽ നിന്നും പറയും, അഡ്ജസ്റ്റ് ചെയ്തു പോ മോളെ, സാരമില്ല, അവൻ അങ്ങനെയൊക്കെ തന്നെ, നീ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു പോ എന്ന് പറയും. നമ്മുടെ സൊസൈറ്റിയും പറയും, അവളാണ്, അവൻ പാവമാണ് എന്ന് പറയും. അപ്പോൾ ഈ പ്രകൃതക്കാർക്ക് രണ്ട് മുഖവും ഉണ്ടാവും എന്നുള്ളതാണ്. വീട്ടിലൊരു മുഖവും പുറത്തൊരു മുഖവും. ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഈ ഭർത്താവ് അല്ലെങ്കിൽ ആൺസുഹൃത്ത് എന്ന് പറയുന്ന ആള് പുറമേ നല്ല മാന്യനായിരിക്കും, പക്ഷെ വീട്ടിൽ ഭാര്യയോട് അസ്വാരസ്യവും സംഘടനവും എന്നും പ്രശ്നങ്ങളും തന്നെയായിരിക്കും. ഒരു വിധത്തിൽ മാനസികമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ എന്നെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ സംരക്ഷണമില്ല, അല്ലെങ്കിൽ ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വേണ്ട വിധം
പെർഫോം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അത്രമാത്രം അദ്ദേഹം സൊസൈറ്റിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും നല്ലൊരു പിള്ളയായിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുമ്പോൾ ഈ സ്ത്രീക്ക് ആരോടും പറയാനില്ലാതാവും. സ്വന്തം പേരൻസ് പറയും അഡ്ജസ്റ്റ് ചെയ്ത് പോകുമോളെ, സ്വന്തക്കാരും പറയും അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെ, അവൾ എട്ടമ്പിയാണ്, അവൾ അഹങ്കാരിയാണ്, ഈ രീതിയിലേ പറയത്തുള്ളൂ. നാട്ടുകാരും സൊസൈറ്റിയും ഒക്കെ നമ്മുടെ ബന്ധങ്ങൾ വഷളായാൽ മിക്കപ്പോഴും സ്ത്രീകളെ തന്നെയായിരിക്കും കുറ്റപ്പെടുത്തുക. പൊതുവെ കാണുന്നത് അങ്ങനെയാണ്. അവൾ അഹങ്കാരിയായിട്ടാണ്, അവൾ ധിക്കാരിയായിട്ടാണ്, പറഞ്ഞ അനുസരിക്കാനിട്ടാണ് എന്നാണ് പറയുക. പക്ഷേ മറുവശത്ത് ഏതെങ്കിലും പുരുഷൻ അവരുടെ ഭർത്താവോ കാമുകനോ ഈ രീതിയിൽ പെരുമാറിയാൽ ശരിയല്ല, അതെന്ത് ചെയ്തും വിലക്കിയേ പറ്റൂ, അങ്ങനെ പോയാൽ പറ്റൂല എന്ന് ഉത്തരവാദിത്തമായിട്ട് പറയാൻ ഈ സ്ത്രീക്ക് ആരും കൂട്ടുകാണത്തുമില്ല. അത് പുരുഷൻ മേൽക്കോയ്മയായിട്ടെടുക്കും, അതൊരു മെറിറ്റായിട്ടെടുക്കും, അവർക്ക് സപ്പോർട്ട് കിട്ടും. അങ്ങനെ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളോടുകൂടി മുൻപോട്ട് പോകും. ഒരു ദിവസം കത്തിയെടുക്കും. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ അസ്വാരസ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് തുടരരുത്. അവിടെ വെച്ച് ആ ബന്ധം കളയുക. അപ്പം എത്രത്തോളം നമുക്ക് പോകാൻ പറ്റും, എത്രത്തോളം മുൻപോട്ട് പോകാൻ പറ്റുന്നിടത്തോളം. ഇപ്പോൾ മക്കളുണ്ടെന്നും പറഞ്ഞ് എന്ന് മരിക്കാൻ പറ്റുമോ? എന്ന് ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും അസ്വസ്ഥതയുമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. നമുക്ക് വേണം സമാധാനമായ ഒരു അന്തരീക്ഷവും ജീവിതവും സന്തോഷവും സൗഹൃദവും ഒക്കെ. അപ്പം അതിന് ഉതകുന്നില്ലെങ്കിൽ പിന്നെ ആ ബന്ധം നമുക്ക് വേർപെടുത്തേണ്ടി വരും. വേർപെടുത്തുക തന്നെ ചെയ്യണം. അപ്പോൾ അതിന് മുൻപൊക്കെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാവുന്നതായ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ അതിനൊരു കൗൺസിലിങ്ങിന് പോകാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ തന്നെ നല്ല പ്രാപ്തരായ, നല്ല അഭിപ്രായമുള്ള, നല്ല സ്ട്രോങ് വോയിസ് ഉള്ളവരുണ്ടെങ്കിൽ അവരോട് നമുക്ക് സംസാരിച്ച് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഇതൊക്കെ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ ഇതൊക്കെ നമുക്ക് നടത്തിയെടുത്ത് ഫ്രീ ആകാൻ പറ്റുമോ എന്ന് നോക്കണം. അസ്വാരസ്യമുള്ള ബന്ധങ്ങൾ തുടരുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ടും അത് പിന്നീട് അതിൻ്റെ ഡോമിനേഷൻ കൂടുകയുള്ളൂ, അനുസരിക്കുന്നില്ല. ഇപ്പം അസ്വാരസ്യത്തിൽ ഇരിക്കുമ്പോൾ രണ്ടുപേരും രണ്ടിടത്ത് പിരിഞ്ഞിരിക്കും. ഇപ്പോൾ വീട്ടിൽ പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ ഈ ടീച്ചർ ചെയ്തതുപോലെ ഹോസ്റ്റലിലാവും. അപ്പോൾ ഒത്തുകൂടെ വൈരാഗ്യമാവും. അവൾ എന്നെ അനുസരിക്കുന്നില്ല, വീട് വിട്ട് പോയിരിക്കുന്ന ധിക്കാരിയാണ് എന്നും പറഞ്ഞ് വീണ്ടും വൈരാഗ്യം മൂക്കും. അങ്ങനെ വൈരാഗ്യം മൂത്ത് അവസാനം അത് പ്രതികാര ബുദ്ധികളിലേക്ക് നീങ്ങും. ആ മാനസികാവസ്ഥ വരെ എത്തുന്നതിന് മുൻപ് ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ആശ്രിതരും ഇടപെട്ട് ആ ബന്ധങ്ങൾ തീർത്തും വേണ്ടാന്ന് വെച്ച് രണ്ടുപേരെയും ഫ്രീ ആക്കി മേലിൽ ഇടപെടരുത് എന്നുള്ള താക്കീത്. ഇപ്പം ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ബന്ധം വരുന്നില്ലല്ലോ. ഡൈവോഴ്സ് ചെയ്യാത്തടത്തോളം കാലം ആ ബന്ധം അങ്ങനെ തുടർന്ന് പോകും. അത് ക്ലെയിമായി കിടക്കും. എൻ്റെ ഭാര്യയാണ് എന്നുള്ള ക്ലെയിം അവിടെ കിടക്കും. ആ രീതിയിൽ തന്നെ അവൻ പെരുമാറുന്നതിനോടുകൂടി പ്രതികാരമാകും. പ്രതികാരം വഴി കാണുക, എവിടെ ഉണ്ട്, എന്ത് ചെയ്യുന്നു എന്ന് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ എൻഡിൽ എവിടെയാണോ സാഹചര്യം കിട്ടുന്നത് അവിടെ ചെന്ന് ഉപദ്രവം ഉണ്ടാക്കും. പോകുന്നതൊരു ജീവനാണ്. എല്ലാവർക്കും സ്വതന്ത്രമായിട്ടും സ്വച്ഛന്തമായിട്ടും ജീവിക്കാനുള്ള അവകാശവും സമാധാനവും ഉണ്ടാകണം. അതിനുതകുന്ന രീതിയിൽ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളും മാറേണ്ടതുണ്ട്. സ്ത്രീകളെ മാത്രം തെറ്റ് കണ്ടാൽ, സ്ത്രീയെ മാത്രം കുറ്റപ്പെടുത്തുന്ന നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയും മാറാനുണ്ട്. നമ്മുടെ സ്ത്രീകളും മാറാനുണ്ട്. സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വയം വരുമാനം കണ്ടെത്തുക, നന്നായിട്ട് ജീവിക്കാൻ, സ്വച്ഛവും സന്തോഷവും സമാധാനമായി ഭർത്താവിനോടും മക്കളോടും ഒപ്പം ജീവിക്കാൻ ആവത് പരിശ്രമിക്കുക, ഒപ്പം നിൽക്കുക, സപ്പോർട്ട് കൊടുക്കുക, പരസ്പരം സൗഹൃദവും സമാധാനവും ഉണ്ടാക്കാൻ ഇരുകൂട്ടരും പരിശ്രമിക്കുക. ഇതിലൊന്നിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് വേണ്ടപ്പെട്ടവരെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിനോ പോയി അവിടെ അതിന് സമാധാനം കണ്ടെത്തുക, ആശ്വാസവാക്കുകൾ തേടുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റിയ ബന്ധമല്ല എന്ന് കണ്ട് ഡൈവോഴ്സ് ചെയ്ത് ഫ്രീ ആയി അവനവൻ്റെ ശരീരവും മനസ്സും സമ്പത്തും സുഖവും സൂക്ഷിക്കുക. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ.